എനിക്ക് ചെറുപ്പം മുതലേ ചേച്ചി ഇത്താത്തമാരെ ഡ്രസ്സൊക്കെ എടുത്ത് വിടും ഞാൻ. എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ എടുത്തിടും. അപ്പോൾ മുതലേ എനിക്ക് ചെറിയതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമ്മളത് അങ്ങനെ എല്ലാവരും ഫാമിലി അത് അങ്ങനെ കളിക്കാന്നുള്ള രീതിയിൽ വിടും. പിന്നെ എനിക്ക് ഞാനിങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഈ ലോകത്ത് ഞാനേ ഉള്ളൂ ഇങ്ങനെ. ഞാൻ മാത്രമാണോ ഈ ലൈഫിൽ ഇങ്ങനെ ഉള്ളത്? ഞാൻ വേറെ ആരും കാണുന്നില്ല. എൻ്റെ ചുറ്റുഭാഗത്ത് ഞാൻ വേറെ ഒരാളെ ഇതേപോലെ കാണുന്നില്ല. എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത്? അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് എന്താ ഇങ്ങനെ വരുന്നത്? എന്താണ് അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ വേറൊരു ഫ്രണ്ടിനെ കാണുന്നതും അവനാണ് പിന്നെ എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തി തരുന്നതൊക്കെ. അതുവരെ ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളൂ എന്നാണ്. അപ്പോൾ എന്താണ് എനിക്ക് എൻ്റെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈഫിൽ ഒരുപാട് വേദനകൾ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നൊരു തെറ്റിദ്ധാരണയാണ്, നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചാൽ നിങ്ങൾക്ക് മാറാൻ പറ്റില്ലേന്ന്. നിങ്ങൾക്ക് ആണുങ്ങളെ പോലെ നടന്നുകൂടെ? ജിമ്മിന് പോയിക്കൂടെ? ആണുങ്ങളെ ഫ്രണ്ട്സായി നടന്നുകൂടെ? അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോയിക്കൂടെ? ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൂടെ? അപ്പോൾ നിങ്ങൾ അങ്ങ് ഓക്കെ ആവുമല്ലോ. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്തിനാ? പെണ്ണുങ്ങളെ പോലെ ആവുന്നതിനാന്ന് ചോദിക്കും പല ആൾക്കാർ. ഇതൊരിക്കലും ഒരു അഭിനയമല്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു എന്താ പറയുക അസുഖമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരിക്കലും ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമർ ആവും എന്ന് വിചാരിച്ചാണ് നമ്മൾ ജനിച്ചത്? ഒരിക്കലും അല്ല.